ഹായ് മക്കളെ, നമ്മള് വിത്ത് ദ ടൈം എന്ന ചാപ്റ്ററാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സമയത്തോടൊപ്പം. ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം. നോക്കൂ, ഈ ഫോട്ടോയിൽ നിങ്ങൾ എന്താ കാണുന്നത്? ഇതെന്താണ്? ഒരു ഹോസ്പിറ്റലാണ് അല്ലേ? നമുക്ക് കണ്ടാൽ അറിയാം. അവിടെ എന്തൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്? 8 AM to 3 PM, ഓപ്പണിംഗ് 24 hours. കണ്ടോ? ഇതുപോലെ നിങ്ങൾ AM PM എന്നൊക്കെ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോകുമ്പം അതുപോലെ മറ്റുള്ള ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും AM PM എന്നല്ലേ. എന്താണ് AM, എന്താണ് PM? ബിഫോർ നൂൺ ആൻഡ് ആഫ്റ്റർ. ഉച്ചന്റെ മുമ്പേ ഉള്ള സമയവും ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം. ഉച്ചക്ക് മുമ്പ് വരുന്ന സമയമാണ് ബിഫോർ നൂൺ. ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ ഉച്ചക്ക് ശേഷം. അപ്പോൾ ഉച്ചക്ക് മുമ്പ് വരുന്ന ഏതായിരിക്കും? AM-ഉം ഉച്ചക്ക് ശേഷം വരുന്നതാണ് PM. ജസ്റ്റ് മിസ് അത് കാണിക്കുന്ന ഒരു ഫോട്ടോ കാണിക്കാൻ. കണ്ടോ? 12 മണി അല്ലേ? 12 മണീനെയാണ് നമ്മൾ അതിന് കണക്കാക്കുന്നത്. AM എന്ന് പറഞ്ഞാൽ ആന്റി മെറിഡിയം എന്നും PM എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മെറിഡിയം എന്നാണ്. അപ്പോൾ AM എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി 12 മണി മുതൽ ഉച്ചക്ക് 12 മണി വരെയുള്ള സമയത്തെയാണ് നമ്മൾ AM എന്ന് പറയുന്നത്. ഉച്ചക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെ ആവുമ്പോഴോ വീണ്ടും എന്താണ്? PM ആവുന്നു. അങ്ങനെ AM PM ടോട്ടൽ എത്രയാണ് നമുക്ക് വരുന്നത്? ഒരു 1 ഡേ എന്ന് പറയുന്നത് 24 hours ആണ് അല്ലേ? ഓക്കെ, നോക്കൂ, ഇനി ഇവിടെ ഒരു കോളം ഫില്ല് ചെയ്യാനുണ്ട് അല്ലേ? നോക്കൂ, 7 in the morning. അപ്പോഴും എത്രയാണ്? 7 AM അല്ലെ? AM-ഉം PM-ഉം എഴുതാനാണ്. 7 in the PM ഈവനിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 7 PM ആയിരിക്കും. യെസ്, ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം. 7 PM ആയിരിക്കും വരിക. 7 PM. യെസ്, ഓക്കെ. നോക്കൂ, 9 in the night എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെയും 9 എന്താ വരുന്നത്? 9 PM ആണ് വരുന്നത്. ഇനി 5 in the evening എന്ന് പറയുമ്പോൾ എന്താണ്? ഈവനിങ് എന്ന് വരുമ്പോൾ അപ്പോൾ എന്താ വരിക? അപ്പോഴും 5 PM ആണ് വരിക. ഇനി നോക്കൂ, 11:30 in the morning. രാവിലെ ആണല്ലേ? 11:30 എന്ന് പറയുമ്പോൾ മോർണിംഗ് ആണ് വരുന്നത്. അപ്പൊ എന്തായിരിക്കും? 11:30 AM. നോക്കൂ, 6 PM നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ എങ്ങനെ മാറ്റാം? 6 PM എന്ന് പറയുമ്പോൾ എന്താകും? 6 in the evening ആണ് വരിക. ഇനി 4 AM ആണ്. 4 AM എന്ന് പറയുമ്പോൾ എന്താ വരിക? 4 in the morning. രാവിലെ 4 മണിയാണ് വരിക. ഇനി 11:30 PM ആണ് അല്ലേ? അത് PM ആ വരുന്നത്. അപ്പൊ എന്തായിരിക്കും? 11:30 PM എന്ന് പറയുമ്പോൾ 11:30 ആണ്. അപ്പൊ എപ്പോഴാണ്? നൈറ്റ് ആയിരിക്കും അല്ലേ? 11:30 in the night. രാത്രി 11:30. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത എന്താ വരുന്നത്? നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇതുമായി AM-ഉം PM-ഉം വരുന്ന ഒരു ക്വസ്റ്റ്യൻ. എ പേഴ്സൺ സ്റ്റാർട്ടഡ് ഫ്രം തിരുവനന്തപുരം at 8 AM on January 17th and reached Hyderabad at 3 PM on January 18th. How long did the journey take? ഒരാൾ ജനുവരി 7-ന് 8 AM-ന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് ജനുവരി 8-ന് 3 PM-നാണ് ഹൈദരാബാദിലെത്തി. അയാൾ യാത്രയ്ക്ക് ടോട്ടൽ എത്ര ടൈം എടുത്തു എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നോക്കാം നമുക്ക്. നോക്കൂ, സ്റ്റാർട്ട് ചെയ്ത സമയം. അപ്പൊ സ്റ്റാർട്ടിങ് ടൈം എപ്പോഴാണ്? സ്റ്റാർട്ടിങ് ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? 7th 7ാം തീയതി 8 AM ആണ് സ്റ്റാർട്ടിങ് ടൈം വരുന്നത് അല്ലേ? ആണ് പുറപ്പെടുന്നത്. ഈ റീച്ച് ചെയ്യുന്ന സമയമാണ് 8ാം തീയതി 3 PM-നാണ് അവിടെ എത്തുന്നത്. 8ാം തീയതി 3 PM-നാണ് എത്തുന്നത്. ഇനി അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 7ാം തീയതി 8 AM മുതൽ 8ാം തീയതി 8 AM വരെ രാവിലെ 8 മണി മുതൽ 7ാം തീയതി 8 മണി മുതൽ രാവിലെ 8 മണി മുതൽ 8ാം തീയതി രാവിലെ 8 മണി മുതൽ എന്ന് പറയുമ്പോൾ അപ്പൊ എത്ര ആവും ടൈം വരിക? അപ്പോ 24 hour വരും അല്ലേ? 24 മണിക്കൂറുണ്ട്. അപ്പൊ നമ്മൾ 7ാം തീയതി 8 മണി മുതൽ 8ാം തീയതി 8 മണി വരെ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 24 hours എന്ന് കിട്ടി. മിസ് ഇവിടെ അടയാളപ്പെടുത്തി കാണിക്കാം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ നോക്കൂ, 24 hours ആണ് അല്ലേ? ഓക്കെ, ഈ ടോട്ടൽ ജേണി കണ്ടെത്താൻ അപ്പൊ എന്ത് വേണം? 24 hours-ഉം പിന്നെ 7 മണിക്ക് 8 മണിക്ക് എത്തുന്നുണ്ടോ? നോ, 8 മണിക്കല്ല, 3 മണിക്കാണ് എത്തുന്നത്. 8 കഴിഞ്ഞാൽ 9, 10, 11, 12, 1, 2, 3. എത്ര hours ഉണ്ട്? 7 hours ഉണ്ട് അല്ലേ? 24 hours plus 7.
24ഉം അതുപോലെ 7ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരിക? 31 hours ടോട്ടൽ ജേർണി എന്ന് പറഞ്ഞാൽ 31 hours ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ടൈമിൻ്റെത് എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് എന്താ വരുന്നത് നോക്കൂ. 24 hour ക്ലോക്ക് അല്ലേ? എന്താണ് 24? നിങ്ങൾ സാധാരണ നമ്മുടെ വീട്ടിലേക്കുള്ള ക്ലോക്കിൽ എത്രയാണ് നിങ്ങൾ ടൈം കണ്ടിട്ടുള്ളത്? 12 വരെ കണ്ടിട്ടേ ഉള്ളൂ അല്ലേ? നോക്കൂ, ഇവിടെ 24 hour ക്ലോക്ക് ആണ്. കണ്ടോ? നിങ്ങൾ എവിടെയൊക്കെയാണ് 24 hour കിട്ടിയിട്ടുള്ളത്? ഇപ്പൊ നോക്കൂ, റെയിൽവേ സ്റ്റേഷൻ ആണ് അല്ലേ? ഇത് റെയിൽവേ സ്റ്റേഷൻ ആണ്. ഇവിടെയൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നമ്മളെ പോലെ നമ്മുടെ എയർപോർട്ടിലൊക്കെ നമുക്ക് ടൈം, ടിക്കറ്റിലൊക്കെ ടൈം ഉണ്ടാവും എപ്പോഴാണ്? 24, 21, 18 ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 24 hour ക്ലോക്കിലാണ്. 24 മണിക്കൂറുള്ള ക്ലോക്കിലാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം? നോക്കൂ, നമുക്ക് എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, മീൻസ് അതിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്ലോക്ക് കാണിച്ചിട്ട് കണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലത്തെ ക്ലോക്ക്? 24 hour ക്ലോക്ക് ആണ് അല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ 1, 2, 3, 4, 5 അങ്ങനെ 12 മണി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ വരുന്നത്? 13, 14, 15, 16, 17, 18 അങ്ങനെ 23 കഴിഞ്ഞാൽ മുകളിലെത്തുമ്പോൾ എത്രയാണ്? 24 എന്ന് പറഞ്ഞാൽ വീണ്ടും 12 മണിയായി അല്ലേ? അപ്പൊ ഈ 12നെ എങ്ങനെ സൂചിപ്പിക്കുന്നത് നോക്കൂ. 00 ഇട്ടിട്ടാണ് 12 നമ്മൾ അടയാളപ്പെടുത്തുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ടൈമിന് നമുക്കൊരു ചാർട്ട് മിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ചാർട്ട് വെച്ച് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. 12 hour ക്ലോക്കിലെ സമയം, 24 hour ക്ലോക്കിലെ ടൈം നോക്കൂ. ഇതിന് രണ്ടിനെയും നമുക്ക് എങ്ങനെയാ നോക്കാം. ഇവിടെ കണ്ടോ, 12 hour ക്ലോക്കില് എത്രയാ വരുന്നത് നോക്കൂ? 12 മണി. അപ്പൊ ഇവിടെ എങ്ങനെയാ നോക്കൂ, 12 മണീനെ കാണിച്ചിട്ടുള്ളത് 00 ഇട്ടിട്ടാണ് അല്ലേ? എങ്ങനെയാണ്? അപ്പൊ 12 മണി എന്ന് പറയുമ്പോൾ 24 hour ക്ലോക്കിൽ 12 മണി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുക. 12, 12, 2, 0 ഇതാണ് 12 മണി. അതിനുശേഷം 12:30. അപ്പൊ 2 0 ഇട്ടിട്ട് 30. അങ്ങനെ നോക്കൂ, 12:30 കഴിഞ്ഞാൽ 1 മണി. ഇവിടെയും 12:30, ഇവിടെ 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണി, 6 മണി, 7 മണി, 8 മണി, 9, 10, 12 നോക്കൂ. ഇവിടെ മിസ് ഒരു ലൈൻ വരയ്ക്കും. ഇവിടെ 12, ഇവിടെയും 12 അല്ലേ? ഈ 12 മണി വരെ 12 hour ക്ലോക്കിലാണെങ്കിലും 24 hour ക്ലോക്കിലാണ് സെയിം ടൈം ആണ് അല്ലേ വരുന്നത്. അതിനുശേഷമാണ് മാറ്റം വരുന്നത്. നിങ്ങൾക്ക് ആ ചാർട്ടിൽ കാണാൻ പറ്റുമല്ലോ. 12 കഴിഞ്ഞാൽ നമ്മൾ 12 hour ക്ലോക്കിലാണെങ്കിൽ 12 കഴിഞ്ഞാൽ വീണ്ടും ഉച്ചക്ക് 12, രാവിലെ 12 മണി കഴിഞ്ഞാൽ AM കഴിഞ്ഞാൽ PM-ലോട്ട് പോകൂലേ. 1, 2, 3, 4 അങ്ങനെ രാത്രി 11 മണി, രാത്രി 12 മണിയാവും. ഇവിടെ 24 hour ക്ലോക്കിൽ അവിടെ വരുന്ന ഡിഫറൻസ് എന്താ നോക്കൂ. 12 കഴിഞ്ഞാൽ 1 മണിക്ക് പകരം 13 ആണ് വരുന്നത്. 13, 14, 15, 16 അങ്ങനെ പോയിട്ട് 23 കഴിഞ്ഞിട്ട് 24ലേക്ക് വരുമ്പോൾ അത് എവിടെയാ വരുന്നത്? വീണ്ടും രാത്രി 12 മണിയിലേക്കാണ് അല്ലേ? അപ്പൊ ഇതാണ് വ്യത്യാസം. 12 മണി വരെ, മോർണിംഗ് 12 മണി വരെ രണ്ട് ക്ലോക്കിലും ടൈമിൽ ഡിഫറൻസ് ഇല്ല. അതിനുശേഷം സമയം എല്ലാം ഒന്നാണ് കേട്ടോ. രണ്ട് ടൈമും ഒന്നാണ്. പക്ഷെ അത് നമ്മൾ പറയുന്ന രീതി എന്താണ്? 1, 12 കഴിഞ്ഞ് 1, 2 എന്ന് പറയുമ്പോൾ 24 hour ക്ലോക്കിൽ നമ്മൾ 12, 13, 14 എന്ന രീതിയിലാണ് ക്ലോക്കിനെ അടയാളപ്പെടുത്തുന്നത്, പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇനി അടുത്ത വരുന്ന എന്താണ് നോക്കൂ. അപ്പൊ ഇനി എളുപ്പത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ടൈം തരും. ആ ടൈമിനെ 24 hour ക്ലോക്കിലേക്ക് മാറ്റാനും 12 hour ക്ലോക്കിലേക്ക് മാറ്റാനും ഉണ്ടാവും. അപ്പൊ നോക്കൂ, 12 hour ക്ലോക്കിനെ 24 hour ക്ലോക്കിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു ഈസി മെത്തേഡ് എന്താണെന്നറിയോ? അതിന്റെ കൂടെ 12നെ അങ്ങോട്ട് കൂട്ടി കൊടുത്താൽ മതി, ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 12 മണിന്റെ കൂടെ ഒരു 12 കൂടെ കൂട്ടിയാൽ, ഏതാണോ 12 hour ക്ലോക്കിലെ സമയം അതിന്റെ കൂടെ 12 കൂട്ടിയാൽ അത് എന്താവും? 24 hour ക്ലോക്ക്, 24 മണിക്കൂർ ക്ലോക്ക് ആവും. ഇനി ഈ 24നെ 12ലേക്ക് മാറ്റണമെന്ന് വിചാരിക്കുക. 24 ഹവറിൽ തരുന്ന ഒരു സമയത്ത് നമ്മൾ 12 hour ക്ലോക്കിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിൽ നിന്നും 12നെ മൈനസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ മിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് നോക്കൂ. 3:30 PM. 3:30 PM എന്ന് പറയുമ്പോൾ അതാണ് 12 hour ക്ലോക്കിലാണ് വരുന്നത് അല്ലേ? അതിനെ 24 hour ക്ലോക്കിലേക്ക് മാറ്റുക എന്താ ചെയ്യുക? 3:30 പ്ലസ് 12, അതിന്റെ കൂടെ 12 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 15:30 അപ്പോൾ 3:30, 3:30 എന്ന 12 hour ക്ലോക്കിലെ സമയത്തെ 24 hour ക്ലോക്കിലേക്ക് മാറ്റിയപ്പോൾ 15:30 എന്നായി. ഇനി അടുത്ത നമുക്ക് 24 hour ക്ലോക്ക് എന്നതിനെ 12 hour ക്ലോക്കിലേക്ക് മാറ്റുന്നത് എങ്ങനെയാ നോക്കാം.
20:30 20:30 പറഞ്ഞാൽ 24 ഹവർ ക്ലോക്കിലെ ടൈമാണ് അല്ലേ? അതിനെ 12 ഹവർ ക്ലോക്കിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 20:30 നിന്നും 12 മൈനസ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടുക? 8:30. അപ്പൊ എന്തായി? 12 ഹവർ ക്ലോക്കിലെ സമയമായി അല്ലേ? ഇതൊരു ഈസി മെത്തേഡാണ്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. 24 ഹവറിലേക്ക് ആക്കാൻ കൂട്ടുക, 12 ഹവറിലേക്ക് ആക്കാൻ 12 മൈനസ് ചെയ്യുക. യെസ്, ഓക്കെ. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അല്ല, ഈ ചാപ്റ്ററിൽ ഈ ഒരു പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാം കേട്ടോ.